ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് ചെയ്യുന്നത്. വെറും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഓണം ഫോട്ടോഷൂട്ട്. ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ് ഇത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വഴിയെ പറയും. ഇപ്പം നന്നായിട്ട് ലേറ്റായി, ഒട്ടും ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നായിരുന്നു. പക്ഷേ ഉറക്കം നമ്മളൊന്നിനും സമ്മതിക്കില്ല. അപ്പം പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ പോയി ചായ കുടിക്കാം, എന്നാലേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ അല്ലേ. ഇന്നത്തെ ഫോട്ടോഷൂട്ടിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അന്നത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ദാദി നിൽക്കുന്നത്. ഇവളുടെ ആദ്യത്തെ ഒഫീഷ്യൽ ഫോട്ടോഷൂട്ടായിട്ട് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുമ്പോൾ നല്ല ചൂട് പൂരിയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കി തന്നെ. അപ്പോൾ അതും കഴിച്ചിട്ടാണ് നമ്മൾ ഇനി റെഡി ആവാൻ പോകുന്നത്. കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം ഞാൻ എന്താ മുഖത്ത് ബേസിക് സ്കിൻ കെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും. ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക് ഇടുന്നില്ല. അവിടെ ചെന്നിട്ട് ഇടാൻ പാടുള്ളൂ ഡിസൈനർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാരണം ഡ്രസ്സിലായാൽ കൊല്ലും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങി. പക്ഷേ ഭയങ്കര ലേറ്റായി. നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ അവിടെ വന്ന് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഇനി സ്പെഷ്യാലിറ്റി നമ്പർ 2 ദേ നിൽക്കുന്നു. എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഡിസൈനർ, എൻ്റെ ഡിസൈൻ്റെ ഫൗണ്ടർ, എല്ലാത്തിലുപരി എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാട്ടോ, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. ഞങ്ങളൊരു 10-15 വർഷത്തിന് ശേഷം ഇന്നാണ് കാണുന്നത്. ആക്ച്വലി ഇതിനു മുമ്പ് നമ്മളിതിനെക്കുറിച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് കണ്ട് വീട്ടിലൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് സ്പോൺസർ ചെയ്തേക്കുന്ന, ഡിസൈൻ ചെയ്തേക്കുന്നതൊക്കെ അവൾ തന്നെയാണ്. അവളുടെ അമ്മയായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആൻറ്റിയാണ് ആ സൈഡിൽ നിൽക്കുന്നത്. എളമക്കരയിൽ സാധാരണ ഒരു തയ്യൽക്കാരി വീട്ടമ്മയിൽ നിന്നും എൻജോയ് ഡിസൈൻസ് എന്നൊരു സംരംഭത്തിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ അമ്മയും മോള്. അങ്ങനെ അവർ ഉയർന്നിരുന്ന് പോട്ടെ. അപ്പം എനിക്ക് പറയാലോ, ഒരു കാലത്ത് ഇവരെൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിതാ ഈ EPJ വീട്ടിലാട്ടോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഈ വീട് എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. കുറേ അവാർഡ്സൊക്കെ കിട്ടിയൊരു വീടാണ്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു വീടാണ്. ഈ വീട് അറേഞ്ച് ചെയ്തത് നമ്മുടെ നീനു ഡിസൈനർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ നെയ്ബറാണ്. എളങ്കുന്നപ്പുഴ എന്നാണ് നമ്മുടെ ഈ വീടിൻ്റെ പേര്. കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ ഈ വീടിനെ പറ്റി ഈ ഹോം ടൂറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. ആദ്യം കുറച്ച് ഫോട്ടോസ് പുറത്തുനിന്ന് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോവാം കേട്ടോ. മലർ 2024 ഇതാട്ടോ നമ്മുടെ എൻജെ ഡിസൈൻസിൻ്റെ ഈ വർഷത്തെ ഓണം എഡിഷൻ. ഈ ഡ്രസ്സിൽ കാണുന്ന ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ പെയിൻറ്റിങ്സ് ആണ്. ഇതൊക്കെ അവൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തിനധികം പറയുന്ന ഗൈസ്, ആ ഷൂട്ടിന് വേണ്ട ബാഗ് വരെ അവൾ കൈകൊണ്ടുണ്ടാക്കി. എനിക്ക് വേണ്ട ബ്രേസ്ലെറ്റ് എല്ലാം അവൾ കൈകൊണ്ടുണ്ടാക്കി കേട്ടോ. അത്രയ്ക്ക് ഡെഡിക്കേറ്റീവ് ആണ്. പിന്നെ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ആ ഒരു റീസണബിൾ റേറ്റിലാണ് നമുക്കിതൊക്കെ ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ ഇനി എടുത്ത് പറയേണ്ടത് നമ്മുടെ ഫോട്ടോഗ്രാഫറിനെ കുറിച്ചാണ് കേട്ടോ. ചേട്ടൻ അടിപൊളിയായിട്ട് നല്ല ക്ഷമയുണ്ടായിരുന്നു. രാവിലെ വൈകി വന്ന് പോസ്റ്റ് കൊടുത്തു, വീണ്ടും സെക്കൻഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും പോസ്റ്റാക്കി. അങ്ങനെ ഒരുപാട് ചേട്ടൻ്റെ ക്ഷമയെ ഞാൻ പരീക്ഷിച്ചു ഗൈസ്. ഒരു ക്യാമറമാൻ അവന് ഏറ്റവും വേണ്ടത് ക്ഷമാശീലമാണല്ലോ ഗൈസ്. പിന്നെ ചേട്ടൻ്റെ വർക്ക് ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി ഫോട്ടോസ് എടുത്ത് നമ്മുടെ കയ്യിൽ തരും. കാരണം നമുക്ക് നമ്മളുടെ ഫേസ് ഇങ്ങനെ കാണണം, നമ്മുടെ ഈ ഒരു സൈഡാണ് ഭംഗി, അങ്ങനെയൊക്കെ നമുക്ക് ഒരേ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല മൈൻഡിൽ. അതൊക്കെ നമ്മൾ ഫോട്ടോയിൽ കാണും. അത് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് ഇടുമ്പോൾ മനസ്സിലാവും. റീൽസിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എല്ലാ ഫോട്ടോസും തട്ടിയേക്കാം. അപ്പോൾ നിങ്ങളത് പോയി കാണണം. പിന്നെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് വീണ്ടും ചേട്ടനെ തന്നെ വിളിച്ചത്. കാരണം അത്ര കംഫർട്ടാക്കി നമ്മൾ നിർത്തും. നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് കിട്ടും, ഫ്രീ ആയിട്ട് നമുക്ക് ഇടപഴകാം. അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ചേട്ടൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം, വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വൈറ്റ് ഹൗസിലോട്ടാണ്, നമ്മുടെ സ്റ്റേഡിയത്തിലോട്ട്. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കാണുന്നതെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഞെട്ടിപ്പോയി ഗൈസ്. വേറെ ഒന്നല്ല, ചേട്ടൻ്റെ വീടും ഈ എറണാകുളത്ത് തന്നെയാണ് ഗൈസ്. അതാണ് ഞെട്ടിയത്. പിന്നെ പുള്ളിയുടെ വേറൊരു പ്രത്യേകത, പുള്ളി ഒരു വെജിറ്റേറിയൻ ആണ്. പക്ഷേ ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ മാറ്റി വെച്ച് റൈസ് കഴിക്കുന്ന പ്രത്യേക തരം ഒരു വെജിറ്റേറിയൻ ആണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും ഷവർമയും ജ്യൂസും ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി നമ്മൾ ഒരുപാട് ലേറ്റായി. ഇപ്പോൾ ഒരു 4-4:30 നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതിന് ശേഷം ഒരു 5-6 മണിക്ക് എന്തോ ആണ് ചേട്ടൻ വേറൊരു വർക്ക് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് അങ്ങോട്ട് ഓടി എത്തണം. അപ്പോൾ മറക്കണ്ട, ഇതൊരു കുട്ടി വീഡിയോ ആണ്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയണം. സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. അപ്പോൾ അടുത്ത് വിളിക്കണം. ബൈ ബൈ.